ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റ് ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെസ്കിൽ വെക്കാൻ പറ്റിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പടം വരയ്ക്കുക. നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ പടം വരയ്ക്കണം. അതിനുശേഷം അത് വെച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് നേരെ വരയ്ക്കാം നമുക്ക്. അപ്പോൾ ഞാനൊരു മൂണിൻ്റെ ആണ് വരയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വരയ്ക്കാം എന്നുള്ളതാണ്. എന്നിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു മൂണിൻ്റെ പുറത്തിങ്ങനെ ഒരു ചെറിയ യൂണിക്കോൺ കുട്ടി കിടന്നുറങ്ങുന്നതായിട്ടാണ്. ഉറങ്ങുന്നതെന്ന് പറയാൻ പറ്റൂല, അല്ലാതെ കിടക്കുന്ന ആ ഒരു പിക്ചറാണ്. നിങ്ങൾക്ക് ഏത് വേണോ വരയ്ക്കാൻ പറ്റും. അയ്യോ, സ്റ്റാർ പണിയായി. സ്റ്റാർ ഇപ്പോൾ ഇങ്ങനെയായി. നമുക്കൊന്നുകൂടെ മാറ്റി വരയ്ക്കാം. പിന്നെ ബണി. സ്റ്റാർ ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇത് നമുക്ക് നന്നായിട്ട് വരച്ച് നോക്കാം. ചിലപ്പോൾ ആകാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെ മതി ആദ്യം. പിന്നെ ഒരു ചെറിയ കണ്ണ് വരയ്ക്കാനുണ്ട്, കുഞ്ഞിക്കണ്ണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇനി ഇതിനെ നമുക്ക് കളറ് ചെയ്ത് ഒന്ന് വെട്ടിയെടുക്കണം. അതിന് മുൻപ് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ മറന്നുപോയി. അപ്പം അതും ചെയ്തു. അതിനുശേഷം നമുക്ക് കുറച്ച് ചെയ്യാം. പിന്നെ അപ്പം ഇതിനി കളറെടുക്കും. അപ്പം ഞാനെടുത്തിരിക്കുന്നത് പെൻസിൽ കളറാണ്. നിങ്ങൾക്ക് ഏത് കളറ് വേണം എടുക്കാം. പക്ഷേ ഈ ഒരു സ്കെച്ച് എടുക്കുന്നത് നല്ലതല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ പിക്ചേഴ്സിന് അത് ശരിയാവില്ല. അതാ നമ്മളെന്തായാലും ഇതിൽ പെൻസിൽ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മളൊരു ചെറിയ കണ്ണും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് ഈ മൂണിനും കൂടെ. കൊള്ളില്ലല്ലേ, ഒന്ന് മാച്ചിട്ട് ചെയ്യാം. കുറച്ച് വലുതായിട്ട് ചെയ്താലായിരിക്കും കൊള്ളാമെന്നുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത്ര ഒരു വലുപ്പം നോക്കാം. ഇതിപ്പോൾ പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ കിട്ടിയതാണ്. അതിൽ നിന്നാണ് നല്ല ഐഡിയാസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാനല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി കളറ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം ഔട്ട്ലൈൻ കൊടുക്കണമല്ലോ. അതിനായിട്ട് നമ്മൾ ഔട്ട്ലൈൻ നിങ്ങൾക്ക് ബ്ലാക്ക് പെന്നോ സ്കെച്ചോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ കളർ അടിക്കുന്നതിൽ സ്കെച്ച് യൂസ് ചെയ്യേണ്ടെന്നാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ വരച്ചെടുക്കാം. ഞാൻ കുറച്ചായിട്ടാണ് ഔട്ട്ലൈൻ കൊടുത്തത്. ഇനി നമുക്ക് കളർ അടിക്കാം. മൂണിനൊരു ചെറിയ മഞ്ഞയാണ് കൊടുക്കാമെന്ന്. അപ്പോൾ
യൂണിക്കോണിൻ്റെ ആ ഒരു ചിറകിന് ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഷെയ്ഡിങ് ആണ് ആവശ്യം, അല്ലാതെ കട്ടായിപ്പോയാലും ഒരുമാതിരിയാകും. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. പിന്നെ ഏതൊരു യൂണിക്കോണിനും പിങ്ക് കാണും. പിങ്ക് ഒരു കണ്ണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ തല കാണുമ്പോൾ മുട്ട പോലെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്ലവേഴ്സ് 2 വരച്ചപ്പോൾ തന്നെ ഒരു കുളവായി. അതുകൊണ്ട് തന്നെ ഇനി വരയ്ക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തൊന്ന് എടുക്കണം. ഇനി ഇതിൻ്റെ പുറത്തൂടെ ഒരു ഔട്ട്ലൈൻ പോലെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയാണ്. സോ ഇനി നമുക്ക് ആവശ്യം ഒരു ബുക്കിൻ്റെ ബാക്കിലൊക്കെയുള്ള കാർഡ്ബോർഡ് ആയാലും മതി. അപ്പോൾ നമ്മൾ അതിനായിട്ട് പഴയ ഒരു ടെക്സ്റ്റിൻ്റെ ബാക്ക് എടുക്കുകയാണ്. ഇതിലെന്ന് നേരത്തെ വലിച്ചു കീറിയതിൻ്റെയാണ് ഈ ഒരു ഇതൊക്കെ. അപ്പോൾ നമുക്കിതിനൊരു ചെറിയ പീസാണ് ആവശ്യം. അപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് അപ്പോൾ നീളം വേണം. ഇത്രയൊക്കെ മതി. സോ നെക്സ്റ്റ് അപ്പോൾ ആ ഒരു പീസിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിനെ ഒട്ടിക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒട്ടിക്കാനായിട്ട് ഗം സ്റ്റിക്കാണ്. ഗം സ്റ്റിക്കിൽ അങ്ങനെ ഒട്ടിയിരിക്കുകയാണത്. കഷ്ടം. പിന്നെയും പോയി. അപ്പോൾ അത് ഒട്ടിക്കാനായിട്ട് ഈ ഒരു മടക്കി വെച്ച പോർഷനാണ് വയ്ക്കേണ്ടത്. അത് കറക്റ്റ് താഴ്ന്ന് ഇരിക്കുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. സോ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വയ്ക്കുന്ന കറക്റ്റ് ആ ഒരു പോർഷൻ. ഇത്ര മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇത് ഒരു രീതിയിൽ വരണ സമയത്താണ് നമ്മൾ ഈ ഒരു ഇവിടെ ഇങ്ങനെ മടക്കിയത് നേരെ ഇങ്ങനെയാക്കും. നമ്മളിവിടെ മടക്കി വച്ചിരിക്കുന്നത് അത് ഇതുപോലെയും വരും. ബാക്കി നമ്മൾ ഇത്ര മടക്കി വച്ചിരിക്കില്ല, അപ്പോൾ അതിങ്ങനെ വരും. അപ്പോൾ അതാണ് സംഭവം. സോ ബാക്കിൽ നമുക്കൊരു ചെറിയ ഇതായിട്ട് ഗമ്മ ഫിക്സ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ കാണാനായിട്ട് കുഴപ്പമില്ല, നല്ല ടെക്സ്റ്റാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സാധനമാണ് വന്നിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ക്രിയേറ്റിംഗ് ക്രാഫ്റ്റ്.